ഹലോ ഗൈസ്, ഇത് നമുക്ക് എളുപ്പത്തിലൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം ഇതിനാവശ്യമായിട്ട് നമുക്ക് ആദ്യമേ വേണ്ടത് നമ്മുടെ ചിക്കൻ വേണം, കഴുകി വൃത്തിയാക്കി വെക്കുക. അതിനുശേഷം സബോള അരിഞ്ഞ് വെക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളിക്ക് ഇത് പേസ്റ്റാക്കി ഒരുമിച്ചാണ് വെച്ചേക്കുന്നത്. പിന്നെ ഓൾ സ്പൈസസ് എടുക്കുക. അതോടൊപ്പം തന്നെ മല്ലിയില, പുതിനയില, പിന്നെ നമ്മുടെ കൈതച്ചക്ക, പൈനാപ്പിൾ, ഇത്രയും സാധനങ്ങൾ എടുത്ത് വെക്കാം. കൂടാതെ തൈരും വേണം. ഇതിന് ശേഷം നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ചിട്ട് കുക്കറിലോട്ട് ആവശ്യത്തിനുള്ള നമ്മുടെ നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ, ഇത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ചിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടിയാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിട്ട ശേഷം ആവശ്യത്തിനുള്ള സ്പൈസസ് വേണ്ടത് അതും കൂടി ചേർത്ത് നന്നായിട്ട് പൊട്ടിക്കുക. പൊട്ടിച്ച ശേഷം ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചേക്കുന്നത് നമ്മുടെ സബോള അരിഞ്ഞത് നൈസായിട്ട് അരിഞ്ഞേക്കുന്നതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കാര്യം പറഞ്ഞാൽ നമുക്ക് കുക്കറിലിട്ട് അടിക്കുവാണ്, അപ്പോൾ അത് വെന്തോളും. പക്ഷേങ്കിൽ നമ്മൾ ഈ സബോള വഴറ്റി അതിൻ്റെ ആ പച്ചമണവും അല്ലെങ്കിൽ അതിൻ്റെ ആ വെള്ളച്ചൊവയൊക്കെ മാറ്റിയാലേ ഉള്ളൂ നമുക്ക് ഇത്തിരി ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ജസ്റ്റ് നമ്മൾ ഈ ഓയിലിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണത്. അതോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടാതെ തക്കാളിക്കയും കൂടി ഒരുമിച്ച് വേസ്റ്റാക്കി വെച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് വഴറ്റുമ്പം നമ്മുടെ ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ ഒരു കുക്കറിലിട്ട് അടിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ പച്ച ചുവ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പം കുറച്ച് കഷ്ടപ്പെട്ടാൽ കുറച്ച് നമുക്ക് ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരിയൊക്കെ കഷ്ടപ്പെട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിനും കൂടി കിട്ടും. പിന്നെ പൊടികളായിട്ട് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മുടെ ബിരിയാണി മസാലയാണ് ഞാൻ ഇവിടെ ചേർത്തേക്കുന്നത്. വേറെ ഒരു പൊടികളും ചേർത്തിട്ടില്ല. ഈ മുളക് പൊടി ചേർത്തേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത്തിരി കളർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതും നന്നായിട്ട് ഈ ചെറു തീയിലിട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമ്മൾ വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഇതിലോട്ട് ഇട്ടിട്ട് ഈ ചിക്കനിലോട്ട് മസാല നന്നായിട്ട് അങ്ങ് പുരട്ടുക. അതായത് ആ കുക്കറിൽ തന്നെ ഇട്ടിട്ട് ചിക്കൻ നന്നായിട്ട് ഇത് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമ്മൾ തുറന്ന് വെച്ച് തന്നെ ഒന്ന് അതായത് തീയിലിട്ട് സിമ്മിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ആ സ്റ്റോക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ചിക്കനിലോട്ട് ഈ മസാലയുടെയും ചിക്കൻ്റെ സ്റ്റോക്കും കൂടി വന്നു കഴിയുമ്പം ആ മസാല നന്നായിട്ട് പിടിച്ച് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അത് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ കഴുകി വെച്ചേക്കുന്ന നമ്മുടെ ഏത് അരിയാണോ അത് ഇടുക. ഇപ്പം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ബസ്മതി അരിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈമ റൈസും യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ബസ്മതി റൈസാണ്. അതും കൂടി ഇട്ടിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മല്ലിയില, പുതിനയില, ക്യാരറ്റ്, ഈ ക്യാരറ്റും പൈനാപ്പിളും ഓപ്ഷനിലാണ്. അത് നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ തൈര്, ഒരിത്തിരി തൈരും കൂടി ചേർക്കുക. തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലോട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഒരു നാരങ്ങയുടെ നീരും കൂടി വേണം. ഞാൻ പക്ഷെ നാരങ്ങയുടെ നീര് ഒഴിച്ചത് ഇതിൽ വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. പിന്നെ ഈ ഒരു കപ്പ് ഇപ്പം ഞാൻ ഇവിടെ ഒഴിച്ചേക്കുന്നത് 500 ml കപ്പാണ്. അപ്പം ആ ഒരു കപ്പിന് 1 കപ്പ് അരി എന്ന നിലയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ചേക്കുന്നത്. അപ്പം അല്ലെങ്കിൽ നമുക്ക് വേറൊരു അളവിൽ പറയുവാണെങ്കിൽ നമ്മളുടെ ഈ അരിയും ചിക്കനും എല്ലാം ഒരേ ലെവലിൽ വരുന്ന രീതിയിലും നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി. പക്ഷേ അതും ചിലപ്പോൾ നമുക്ക് വെള്ളം കൂടിപ്പോയെന്നിരിക്കും. അപ്പം ഞാനിവിടെ 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം എന്ന ചൂടുവെള്ളം, തിളച്ച ചൂടുവെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. അതും ഒഴിച്ച് പിന്നെ ഉപ്പിടുന്ന കാര്യം മറക്കല്ലേ കേട്ടോ. ഉപ്പ് കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഒറ്റ വിസിൽ ദാ നമ്മുടെ കുക്കർ ബിരിയാണി റെഡിയായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, പിന്നെ അഭിപ്രായം അറിയിക്കുക. താങ്ക്